കണ്ട ആ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, എന്താ രസം. പക്ഷേ ഈ രസത്തിൻ്റെ ബാക്കിലൊരു കഥയുണ്ട്. വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ വന്നു ഇത് കോപ്പിയടിയല്ലേന്ന്. പിന്നെയാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഈ പിൻട്രസ്റ്റുകളിൽ കുറേ ക്രാഫ്റ്റ് കാണും, അതിൽ പകുതി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതിൽ പകുതിയും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരാൾ ചെയ്ത് വെച്ചത് നമ്മൾ ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ അത് നമ്മുടെ കഴിവാണ്. അതായത് ഒരാൾ ചെയ്ത് വെച്ചത് റീക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്പി അടിച്ച് ചെയ്ത് സക്സസ് ആവാനും വേണം ആ ഒരു നാക്ക്, ആ ഒരു കഴിവ്. അതിൽ പകുതി മാത്രമേ എനിക്ക് കഴിവുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് പകുതി ക്രാഫ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടേ സക്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതേപോലെ ഞാൻ ലൈറ്റ് വെച്ചപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ പ്രതീക്ഷിച്ചു. പിന്നെയാണ് ഞാൻ കാര്യം ഓർത്തത്, ആ ഒരു വീഡിയോയിൽ അവർ മറ്റേ വലിയൊരു ക്യാൻഡിൽ, നമ്മുടെ സാധാ ക്യാൻഡിൽ, അത് വെച്ചിട്ടാണ് ഈ റിഫ്ലക്ഷൻ വെച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫെയറി ലൈറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു നോക്കിയപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ വന്നു. പക്ഷെ കുഴപ്പമില്ല, റിഫ്ലക്ഷൻ ഇല്ലെങ്കിലും ഇത് നമ്മുടെ ഡെസ്കിലൊക്കെ ഇരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.